ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ നമുക്ക് തയ്യലാണ്. അപ്പം ഞാൻ കുറേ ബിറ്റ് തുണി ചുടിദാറിൻ്റെ തയ്ച്ചതിൻ്റെയൊക്കെ ബിറ്റ് തുണി വെച്ച് ഒരു ടേബിൾ മാറ്റ് ഇപ്പോൾ ഉണ്ടാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു ഓവൽ ഷേപ്പിൽ ഉണ്ടാക്കാണ്. അപ്പോൾ ഒരു സ്ക്വയർ ഷേപ്പിൽ മടക്കി വെച്ചിട്ട് അതിൻ്റെ എൻഡ് മാത്രം സൈഡ് ഇങ്ങനെ വട്ടത്തിൽ വരച്ചിട്ട് അങ്ങനെ വെട്ടിയതാണ്. അത് വെട്ടാൻ കറക്റ്റ് വരുന്നില്ലെങ്കിൽ ഒരു പ്ലേറ്റിൻ്റെ സൈഡ് വെച്ചിട്ട് സൈഡ് വെട്ടിയാൽ മതിയായിരിക്കും, കറക്റ്റ് ഓവൽ ഷേപ്പ് കിട്ടും. പ്ലെയിൻ തുണി ഇടുന്നതിനേക്കാളും ഇങ്ങനെ എന്തെങ്കിലും ഒരു ഡിസൈൻ ചെയ്തിടുമ്പം നല്ലതാണ്. ഇപ്പോൾ എംബ്രോയ്ഡറി ചെയ്യാനും നല്ലതാണ്. ഇത് സിമ്പിളായിട്ട് ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന രീതിയാണ്. അപ്പം ഞാനിങ്ങനെ ഓരോരോ ദിവസം ഓരോരോ മോഡൽ ശ്രമിക്കുന്നതായിരിക്കും, അതാ വീഡിയോ ആയിട്ട് ഇടുന്നത്. അപ്പം ഞാൻ എല്ലാ ആഴ്ചയിലും തിങ്കളാഴ്ച കുക്കിങ്ങും, ബുധനാഴ്ച ഗാർഡനിങ്ങും, വെള്ളിയാഴ്ച ഇങ്ങനെ ക്രാഫ്റ്റ്, തയ്യൽ അങ്ങനെ എല്ലാം ഇടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ മൊത്തം സ്കിപ്പ് ചെയ്യാതെ കാണണം. ഞാൻ ഈ ചുടിദാർ തയ്ക്കുന്ന തുണി, പിന്നെ നമ്മുടെ പഴയ ചുടിദാറാണെങ്കിൽ അത് നൈറ്റി തുണി, നൈറ്റിയുടെ ഹൈറ്റ് കുറയ്ക്കുന്ന ഇങ്ങനത്തെ തുണികളൊക്കെ ഞാൻ കളയാതെ എടുത്ത് വെക്കുന്നതാണ്. അങ്ങനെയുള്ള കട്ട് പീസാണ് ഇതെല്ലാം. അപ്പോൾ അത് ഒരേ ലെവലിൽ നമ്മൾ കട്ട് ചെയ്ത് എടുക്കുക. എൻ്റെ കയ്യിൽ ഇത് കുറേ വർഷത്തെയാണ് ഇങ്ങനെ കൂട്ടി വെച്ചിരിക്കുക. ഓരോരോ ദിവസം ഓരോരോ ഐഡിയ തോന്നുമ്പം ഓരോ രീതിയിൽ ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ഇന്ന തുണിയൊന്നുമില്ല, കോട്ടൺ ആണെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ്. ഇതുപോലെ വേറെ 2-3 മോഡലിൽ ഞാൻ തയ്ച്ച് ഇതിനു മുമ്പേ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം, കണ്ടിട്ടില്ലാത്തവരത് കാണുക. നമ്മളിത് വെട്ടിക്കഴിഞ്ഞിട്ട് ഒരറ്റത്തു നിന്ന് നമ്മളിങ്ങനെ സൈഡ് ചരിച്ച് ഇങ്ങനെ വെച്ച ഓരോരോ ലെയറായിട്ട് അങ്ങ് തയ്ക്കണം. ഒരെണ്ണം തയ്ച്ചിട്ട് അതിൻ്റെ മേലെ അടുത്തത് ഇങ്ങനെ കണ്ടിന്യൂ അടിവശമുള്ള തുണിയെ തയ്ക്കുക. അപ്പോൾ ഇങ്ങനെ 2 ലെയറായിട്ടും ഇച്ചിരി തിക്കായിട്ടും ഇരിക്കും. നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ ചുരുങ്ങിയൊന്നും പോകാതെ ടേബിളിൽ ചൂട് പാത്രം വെക്കാനാണേലും അങ്ങനെയൊക്കെ ഒത്തിരി സൈസിൽ നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. ഇതെല്ലാം തയ്ച്ച് കഴിഞ്ഞ് ഈ അറ്റവും എല്ലാം ഇതുപോലെ ഇങ്ങനെ സൈഡിൽ തയ്ച്ചിട്ട് ഈ സൈഡ് എക്സ്ട്രാ വരുന്ന തുണിയെല്ലാം നമുക്ക് കട്ട് ചെയ്തെടുക്കണം. തയ്ക്കാതെ കട്ട് ചെയ്താലും കുഴപ്പമില്ല, പക്ഷേ തയ്ച്ച് കഴിയുമ്പോൾ ഒരു വൃത്തിയാണ്. അതുകൊണ്ട് തയ്ച്ചിട്ട് അത് മൊത്തം കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് സൈഡ് ഒരു ഫ്രില്ലും കൂടെ വെച്ച് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഫ്രില്ലല്ലാതെ ചെറുതായിട്ട് മടക്കി അടിച്ചാലും ഒരു ഭംഗിയാണ്. ഇതിൻ്റെ ഒരു പീസ് കൂടെ ജോയിൻ ചെയ്ത് ഇത് ഒരു പില്ലോ കവറായിട്ടും തയ്ക്കാം, അല്ലെങ്കിൽ ഒരു ബാഗായിട്ടും ആക്കാം. അപ്പോൾ ഇനി അടുത്ത ദിവസം അതുപോലെയൊക്കെ ഒരെണ്ണം ഇത് ശ്രമിക്കാം. ഐഡിയാസ് നമ്മുടെ മനസ്സിൽ തോന്നുന്നതല്ലേ, നമ്മളുണ്ടാക്കുന്നതല്ലേ ഫാഷൻ എന്ന് പറയുന്നത്. അപ്പം നമ്മളെന്തെങ്കിലും ശ്രമിച്ചാൽ അത് കൊണ്ട് നടക്കുന്ന കാര്യമേ ഉള്ളൂ. അപ്പം ഞാനിങ്ങനെ ഓരോ രീതികളിൽ ശ്രമിക്കുന്നതാണ്. അപ്പോൾ അതാണ് വീഡിയോ ആയിട്ട് ഇടുന്നത്. വീഡിയോ ഇടാൻ വേണ്ടി പ്രത്യേകമായിട്ടൊന്നും സ്പെഷ്യലായിട്ട് ചെയ്യുന്നതല്ല. ഫ്രില്ല് വെക്കണമെങ്കിൽ ഇച്ചിരി കട്ട് പീസ് കൂടുതലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 2-3 കളർ മിക്സ് ചെയ്ത് വെച്ചാലും ഭംഗിയായിരിക്കും. ഇപ്പം എൻ്റെ കയ്യിൽ ഈ കളർ ഒത്തിരി ഉണ്ടായിരുന്നതുകൊണ്ട് അത് ഒറ്റ കളറിൽ ഫ്രില്ല് വെക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ ടേബിൾ മാറ്റ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പം ഞാൻ മനസ്സിൽ ആഗ്രഹിച്ചത് ഈ ചെടി വെക്കുന്ന ഇടത്ത് ഇങ്ങനെ തുണി വിരിച്ചിട്ടിട്ട് വെക്കണമെന്നാണ്. അപ്പോൾ അതിന് കറക്റ്റ് മാച്ചാണ്. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടോ എന്ന് പറയുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.